മക്കത്തെ ഉമർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമർ മൗലവി പറഞ്ഞു, ഉമർ മൗലവിയായ ഞാൻ ഇങ്ങനെ പറയുന്നു എന്ന്. മക്കത്തെ ഉമർ 8 റക്അത്ത് എന്നതിന് 20 റക്അത്ത് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഉമർ എന്തുമറാന്നാ പറയാ, വെളിയങ്കോട് ഉമർ മൗലവി അത് 8 ആക്കിയിരിക്കുന്നു എന്ന് യാതൊരു നാണവുമില്ലാതെ ലജ്ജയില്ലാതെ പറഞ്ഞവരിൽപ്പെട്ടവരാണ് മുജാഹിദീങ്ങൾ. അങ്ങനെയുള്ള മുജാഹിദീങ്ങളിൽ നിന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ രക്ഷിച്ചത്, അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാരാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ റളിയല്ലാഹു അൻഹു അവരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാകാനുള്ള കാരണം ഈ KM മൗലവിയെ പോലെയുള്ളവരും ഉമർ മൗലവിയെ പോലെയുള്ളവരുമൊക്കെ സുന്നത്ത് ജമാഅത്തിനെ വക്രീകരിച്ചപ്പോൾ, അനാവശ്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കാനും മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനെ രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായത്. അല്ലെങ്കിൽ മുജാഹിദീങ്ങൾ ഇവിടെ വളരുകയായിരുന്നെങ്കിൽ അവര് സാധാരണ മനുഷ്യനാണ് മുഹമ്മദ് നബി എന്നാണ് അവരുടെ വാദം. മുഹമ്മദ് നബിക്ക് ഒരു പ്രത്യേകതയില്ല, എല്ലാ മനുഷ്യന്മാരെ പോലെയുള്ള ഒരു മനുഷ്യനാണ് എന്നാണ് അവരുടെ വാദം. ജമാഅത്തെ ഇസ്ലാമിന്റെ മൗദൂദി പറഞ്ഞത് ശിപായി എന്നാണ് റസൂലുള്ളാഹിനെ പറ്റി. അള്ളാഹുവിന്റെ ജിബ്രീലിന്റെ പറഞ്ഞതായ സംഗതികള് നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ശിപായി, പോസ്റ്റ്മാൻ എന്നാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാവ് പറഞ്ഞത്. അവരെല്ലാം ഇവിടെ തലയിടുത്തരുന്നെങ്കിൽ, സമസ്ത ഇവിടെ ഇല്ലാതിരുന്നെങ്കിൽ ഈ നാടെല്ലാം അവർ തകർത്ത് തരിപ്പണമാക്കുമായിരുന്നു. ഷിയാറുണ്ടാവുകയില്ലായിരുന്നു. ദീനിന്റെ ഷിയാറിനെ ബഹുമാനിക്കലാണ് ഈമാനിന്റെ ഭാഗം. മഹാന്മാരായ ഔലിയാക്കന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം. അവർക്ക് കറാമത്തുണ്ട്. അവർക്ക് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്താണെങ്കിൽ അമ്പിയാക്കന്മാരെ പിൻപറ്റിയുള്ള ഉലമായിന് ഔലിയാക്കന്മാർക്ക് കറാമത്ത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ കറാമത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവർ ജീവിക്കുകയും ആദരവായ റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ അവർ വർദ്ധിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്താൽ മാസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുലാ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എന്നോട് അടുത്താൽ, എന്റെ അടിമ എന്നോട് അടുത്താൽ, ബിന്നവാഫിലി ധാരാളം സുന്നത്ത് ചെയ്ത്, മിഅ്റാജിന്റെ നോമ്പ് നോറ്റ്, അതേപോലെ ബറാത്തിന്റെ നോമ്പ് നോറ്റ്, ബറാത്ത് രാവിന്റെ നോമ്പ് നോറ്റ്, അങ്ങനെ മുഴുവൻ സുന്നത്തുകളെയും, അതൊന്നും മറ്റുള്ളവർ നോക്കൂല, അതൊക്കെ അവർക്ക് നിസ്സാരമാണ്. അങ്ങനെ സുന്നത്തുകളെ കൊണ്ട് എന്റെ അടിമ എന്നോട് അടുത്താൽ അല്ലാഹു തആല പറയുന്നു, ഞാൻ അവന്റെ കൈയാകും, ഞാൻ അവന്റെ കാലാകും, ഞാൻ അവന്റെ കണ്ണാകും. മാസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു, എന്റെ അടിമകൾ ആ സുന്നത്ത് നമസ്കാരം കൊണ്ടും സുന്നത്ത് പ്രവർത്തനം കൊണ്ടും ചര്യ പിൻപറ്റൽ കൊണ്ട് എന്നോട് അടുക്കുന്നതാണ്. അതാകൂന ലഹു യദൻ, ഞാൻ അവന്റെ കൈ ആകുന്നത് പോലെ വരെ, അർജുല കാലാകുന്നത് വരെ, തുടർന്ന് പറയുന്നു കണ്ണാകുന്നത് വരെ. അപ്പൊ അള്ളാഹുവിന്റെ കണ്ണാകുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ കാലാവുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ കൈ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവരുടെ കണ്ണുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലം കാണും. അവര് ഇവിടെ ബഗ്ദാദിലുള്ള മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇവിടെയുള്ളത് ആൾക്കാരെ കാണും. അള്ളാഹു കാണുന്നത് പോലെ അള്ളാഹു കാണിച്ചു കൊടുക്കും. അതേപോലെ അവരുടെ കാല് ഞാനാകും എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് അവരിവിടെയും ഉണ്ടാകും, ഹറമിലും ഉണ്ടാകും. അങ്ങനെ പല ഔലിയാക്കന്മാർക്കും വലിയ സിദ്ധി ഉണ്ടായിരുന്നു. അപ്പൊ ഇവന്മാരൊക്കെ കളിയാക്കിയിരുന്നു. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, മഹത്തുക്കൾ, അള്ളാഹുവിന്റെ അടിമകൾ അള്ളാഹുവിനോട് കൂടുതൽ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ കയ്യും കാലും കണ്ണും അവരാകുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കണ്ണ്, അള്ളാഹുവിന് കണ്ണുണ്ട് എന്നല്ല, അവരുടെ കണ്ണുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാണും. അവരുടെ കൈ കൊണ്ട് പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരെ എത്തിപ്പിടിക്കും, അവിടെ എത്തും. അവരുടെ കാലുകൊണ്ട് ഉദ്ദേശിക്കുന്നിടത്ത് അവര് എത്തിച്ചേരും എന്നാണ് അതിന്റെ അർത്ഥം.
അതുകൊണ്ടാണ് ഔലിയാക്കന്മാരുടെ കറാമത്തും അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത്. അതൊന്നും ഇവര് സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള കൂട്ടർ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1926 അവർ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിനെതിരെ നാനാഭാഗത്ത് നിന്നും പടയണി ചേർന്നുകൊണ്ട് തെക്കൻ ജില്ലകളിൽ നിന്ന് ഒന്നായിട്ട് സുന്നത്ത് ജമാഅത്തിനെ ആക്രമിക്കാൻ വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാർ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അമാനത്തിനെ സൂക്ഷിക്കുന്നവർ, അള്ളാഹു ഈ ലോകത്തിന് നമ്മൾക്ക് കാണിച്ച ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിനെ ആദരവായ റസൂലുള്ളാഹ് നമ്മൾക്ക് പറഞ്ഞു തന്നു, സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു, സഹാബാക്കൾ താബീങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, താബീങ്ങൾ താബീങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ തമീമുൽ അൻസാരിയെ പോലെയുള്ളതായ സഹാബാക്കളുടെ കാലത്ത് തന്നെ അവരിവിടെ നമ്മുടെ കേരളത്തിൽ വന്നു. എന്നിട്ട് അവരെന്താണ് കണ്ടത്, എന്താണ് ഇസ്ലാമിന്റെ ചര്യ സുന്നത്ത് ജമാഅത്ത് എന്ന് മഹാനായ തമീമുൽ അൻസാരി റളിയല്ലാഹുവിനെ പോലെയുള്ള 100 കണക്കിൽ സഹാബാക്കൾ അന്ന് ഇവിടെ വന്ന്, താബികൾ വന്ന് നമ്മൾക്ക് കാണിച്ചു തന്നു ശൃംഖലയായി. ഞാൻ അള്ളാഹുവിൽ നിന്ന് ആദരവായ റസൂലിലേക്ക്, റസൂലിൽ നിന്ന് ആ പതാക, ആ ദീപം സഹാബികളിലേക്ക്, സഹാബികളിൽ നിന്ന് താബികളിലേക്ക്, താബികളിൽ നിന്ന് താബിയങ്ങളിലേക്ക് ആ കാലത്ത് തന്നെ കേരളത്തിലും വന്നു. അങ്ങനെ കേരളത്തിലുള്ളതായ കുതുബീങ്ങൾ, കേരളത്തിലുള്ളതായ മഹ്ദൂമിങ്ങൾ, അങ്ങനെ പരമ്പരാഗതമായി ആ പതാക, ആ ദീപ്തി വരക്കൽ മുല്ലക്കോയ തങ്ങളെ ഏൽപ്പിച്ചു. ആർക്കും അതിൽ യാതൊരു നിഷേധവുമില്ല, സംശയവുമില്ല. അങ്ങനെ പരമ്പരാഗതമായി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കയ്യിൽ ലഭിച്ചതാണ് സുന്നത്ത് ജമാഅത്ത്. അതാണ് യഥാർത്ഥത്തിലുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അങ്ങനെ 100 കൊല്ലം മുമ്പ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ അത് ഏറ്റെടുത്തു. അന്നു മുതൽ കുതുബീങ്ങളും മഹത്തുക്കളും ആരിഫീങ്ങളും ഔലിയാക്കന്മാരും പണ്ഡിത ശ്രേഷ്ഠരുമായ എത്രയോ പണ്ഡിതന്മാർ അത് മാറി 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 കൈമാറി ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങളിലേക്ക് എത്തി, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് എത്തി, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാന്റെ കയ്യിലെത്തി. ഇപ്പോഴിതാ സയ്യിദുൽ ഉമ്മ മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങളുടെ കയ്യിലെത്തി. അതാണ് ശരിയായ പാരമ്പര്യം, അതാണ് ശരിയായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞതുപോലെ റസൂലും സഹാബത്തും കാണിച്ചതായ ചര്യ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഔലിയാക്കന്മാരുടെ ഖബറുകൾക്കൊന്നും മഖ്ബറക്കൊന്നും ഒരു പ്രയാസവുമില്ല, അത് തകർക്കാൻ കഴിയുന്നില്ല. അവരെങ്ങാനും സുന്നത്ത് ജമാഅത്തും സമസ്തയും ഇവിടെ ഇല്ലെങ്കിൽ ഈ കാണുന്നതായ വളരെ മോശമായി സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന, ഇന്ന് നിലവിലുള്ള സുന്നികളെ തമ്മിൽ തെറ്റിക്കുന്ന എന്തെങ്കിലും കാരണങ്ങളും രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരുടെ ആശയം ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി സുന്നികളെ സമസ്തക്കാരെ വിഭജിക്കാൻ നോക്കുന്ന ആ മുജാഹിദ് ജമാഅത്തുകാരുടെ കയ്യിലെങ്ങാനും കേരളം കിട്ടിയെങ്കിൽ ഈ ഒരൊറ്റ ഖബറും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അതൊക്കെ പൊളിച്ചു മാറ്റേണ്ടതാണെന്ന് അവരുടെ വിശ്വാസം. ഒരു ആലിമീങ്ങളും ശരിയായ ആലിമീങ്ങളെ അവർ അനുവദിക്കുകയില്ല, സയ്യിദന്മാരെയും അനുവദിക്കുകയില്ല. സയ്യിദ് എന്ന് പറഞ്ഞ ഒരു വർഗം തന്നെ ഇല്ല എന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെയില്ല. റസൂലുള്ളാഹിന്റെ സ്വന്തം ആൺമക്കളുടെ പാരമ്പര്യം ഇവിടെ ഇല്ല, അതുകൊണ്ട് സയ്യിദന്മാരും ഇല്ല എന്നാണ് വഹാബികൾ പറഞ്ഞത്, പ്രഖ്യാപിച്ചത്. അങ്ങനെയുള്ള വഹാബികളെ നമ്മളുടെ മടിയിൽ ഇരുത്തുകയാണെങ്കിൽ, അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിന്റെ തോളിൽ കൈയിട്ട് ദീനുൽ ഇസ്ലാമിന് എതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഹലാക്ക് നാശമായിരിക്കും. കാരണം അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ അത് തുടർന്നാൽ നമ്മളെ ഇന്നിതാ ആത്മീകമായ നമ്മൾക്ക് സമാധാനം തരുന്ന ഔലിയാക്കന്മാർ, അവർ അള്ളാഹുവിന്റെ ശിആറാണ്, അള്ളാഹുവിന്റെ അടയാളങ്ങളാണ്. വമൻ യുഅല്ലിം ശാഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു തആല പറയുന്നത്, അള്ളാഹുവിന്റെ അടയാളങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ അത് ഖൽബിന്റെ തഖ്വയാണ്, ആത്മീകമായ അങ്ങേയറ്റത്തെ ദർശനമാണ് എന്നാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അങ്ങനെയുള്ളതായ അടയാളങ്ങളെ ഇവിടെ നിന്ന് മാറ്റുന്നതിനെ കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. ഇപ്പോഴവര് നമ്മളുടെ ഇടയിൽ ഇരുന്ന് നമ്മളെ പോലെ അങ്ങനെ അഭിനയിച്ച് നമ്മളെ അണിതെറ്റിച്ച് ഇവിടെ അവർ ഏതെങ്കിലും തരത്തിലുള്ളതായ അധികാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ നേതൃത്വമോ അവർ കൈയടക്കിയാൽ
അവരുടെ വിശ്വാസമനുസരിച്ച് ഇവിടെ തങ്ങന്മാരുണ്ടാവൂല, സയ്യിദന്മാരുണ്ടാവില്ല. അതൊക്കെ ആളെ കബളിപ്പിക്കാനാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും വലിയ ശത്രുക്കൾ അവരാണ്, ആ മുജാഹിദ് ജമാഅത്തുകാരാണ്. കാരണം അവരാണ് ഇവിടെ എത്രയോ സലഫ് സ്വാലിഹീങ്ങളെ, അയിമ്മത്തുകളെ വധിച്ചു കളഞ്ഞത് ചരിത്രത്തിൽ. ഞാനിവിടെ അത് വിശദീകരിക്കുന്നില്ല. കൊല്ല ചെയ്തത് മാത്രമല്ല, അതിന്റെ ഷിയാറുകളെ തച്ചുടച്ചത്, ഔലിയാക്കന്മാരുടെ ഖബറുകളൊക്കെ നശിപ്പിച്ചത്. അതിനു വേണ്ടി ഇന്നും അവർ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് നമ്മുടെ ദീനിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണെന്ന ഒരു വിശ്വാസം നമ്മൾക്കുണ്ടാകണം. അവരെ നമ്മൾ നേതാക്കളാക്കരുത്, അവരെ നമ്മളുടെ കാര്യകർത്താക്കളാക്കരുത്. അങ്ങനെ വരുമ്പോ ഭാവിയിൽ അവരുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള അധികാരവും ഭരണവും കിട്ടുമ്പോ അവരുടെ ചൊൽപ്പടിക്ക് അവർ നമ്മളെ നിർത്തും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ വിഷയം മാറുന്നില്ല, ഞാൻ എന്റെ വിഷയത്തിൽ തന്നെയാണ് പറഞ്ഞത്. ഔലിയാക്കന്മാരാണ്. ഔലിയാക്കന്മാർ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണം, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് പേടിയില്ല, അവർ ദുഃഖിക്കുകയില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ അവർ ഒരുപാട് അക്രമം ചെയ്തിരുന്നു, അവരൊക്കെ അത് സഹിച്ചിട്ടുണ്ട്. എത്രയോ ഇമാമിയങ്ങൾ, അയിമ്മത്തുകൾ കൽത്തുറങ്കിൽ അടച്ചിരുന്നോ, ജയിലിൽ അടച്ചിരുന്നോ, അതൊക്കെ വിശദീകരിക്കുന്നില്ല. കാരണം മഹത്തുക്കളായ പലരും നമ്മളോട് പ്രസംഗിക്കാനും ദ്വാരക്കാനും ഒക്കെ ഉണ്ട്. മഹാനായ അബൂ ഹനീഫത്ത് റളിയല്ലാഹു അൻഹു, മാലിക് ഇമാം തുടങ്ങിയ അയിമ്മത്തുകളെയൊക്കെ ഇവര് ജയിലിൽ അടച്ചിരുന്നോ, ഈ മുബ്തദീങ്ങൾ. എന്നിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അവരനുഭവിച്ചിരുന്നു. അതൊക്കെ അവർ സഹിച്ചു, ക്ഷമിച്ചു. എന്നിട്ട് അതിനൊക്കെ അതിജയിച്ചവരാണ് നമ്മളുടെ സലഫ് സ്വാലിഹീങ്ങൾ. അപ്പോ നമ്മൾ സാധാരണക്കാരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര് അവരുടെ പിന്തുടർച്ചാവകാശികളാണ്. നമ്മളുടെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, സമസ്തന്റെ ഉപസംഘടനകളുടെയും പ്രവർത്തകന്മാർ, അവരൊക്കെ നേരത്തെ കഴിഞ്ഞുപോയ അയിമ്മത്തുകളുടെ പിന്തലമുറക്കാരാണ്. അയിമ്മത്തുകൾ ഇവരെ പേടിച്ചിട്ടില്ല, അവരുടെ മുമ്പിൽ തലകുനിച്ചിട്ടില്ല. അതുപോലെ നമ്മളുടെ സംസ്കാരവും നമ്മളുടെ ആശയവും ആരുടെയും മുമ്പിൽ അടിയറവ് പറയാതെ നമ്മൾ യഥാർത്ഥ സുന്നികളായി, സമസ്തന്റെ ആ പ്രവർത്തകന്മാരായി ജീവിച്ച് മരിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മളുടെ കുട്ടികളെ തയ്യാറാക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഘടനയാണ്. നമ്മളുടെ കരളിന്റെ കരളാണ്, നമ്മളുടെ ചങ്കിലെ ചോരയാണ്. കാരണം അവരാണ് ഈ ലോകത്ത് കോടിക്കണക്കിലുള്ള മൂമിനീങ്ങളെ, യഥാർത്ഥ സുന്നികളെ സമസ്തയാണ് ഇവിടെ ഉണ്ടാക്കി തീർത്തത്. അതാർക്കും അവകാശപ്പെടാൻ കഴിയില്ല, അതിനെ ചെറുതാക്കാനും കാണിക്കാനും സാധ്യമല്ല. കാരണം നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരൊക്കെ അതിന് സാക്ഷികളാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ മഖാമും അതേപോലെ തന്നെ ഇവിടെയുള്ള പ്രവർത്തനങ്ങളും വളരെ യഥാവിധി, വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രവർത്തകന്മാരും ഭാരവാഹികളും അത് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാകണമെന്ന നിലക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അല്ലാഹു തആല അവർക്ക് അളവില്ലാത്ത പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. ഇതിനു വേണ്ടി സ്നേഹിക്കുന്നവർ, ഇതിനെ സ്നേഹിക്കുന്നവർ, ഇതിനു വേണ്ടി സംഭാവന ചെയ്യുന്നവർ, ഇതിനു വേണ്ടി സഹകരിക്കുന്നവർ, ഈ മഹാനായ വലിയനെ ബഹുമാനിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേരുന്നവർ, അവരുടെ എല്ലാം കൂട്ടുകാരായിരുന്ന ബദരീങ്ങളെ, വഹദീങ്ങളെ, ദീനുൽ ഇസ്ലാമിന് വേണ്ടി ആദരവായ റസൂലുള്ള സമർപ്പിച്ച അവർ കാണിച്ച ചര്യയിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. അത് നമ്മൾ നിലനിർത്തണം, നമ്മുടെ മക്കളെയും നിലനിർത്തണം. അവർ വഴിതെറ്റി പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാത്തിനേക്കാളും മഹത്വമാർന്നത് ഇൽമും സമസ്തയുമാണ്. എല്ലാ ഭൗതികമായ മറ്റെല്ലാത്തിനേക്കാളും ആത്മീകമായ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്ത്, അതാണ് പരിശുദ്ധം, അതാണ് അതിനോട് സമമായ മറ്റൊന്നുമില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് നബിയോട്, ഖുൽ, നബിയെ തങ്ങൾ പറയണം, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ നബിയെ? അവരോട് ചോദിക്കണം. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല, ആലിമും ജാഹിലും സമന്മാരല്ല. ആലിമീങ്ങളാണ് നമ്മൾക്ക് മാതൃക നൽകുന്നത്. അവരെ പിൻപറ്റിയും കൊണ്ട് അവരുടേതായ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് നമ്മളും നമ്മളുടെ വരുന്ന തലമുറയും നമ്മളുടെ മക്കളും യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, കോടിക്കണക്കിൽ മുഅ്മിനീങ്ങളെ
അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൽമത്ത് തൗഹീദ് ചൊല്ലി മരിക്കാൻ പ്രാപ്തമാക്കിയത് സമസ്തയാണ്. അങ്ങനെ നമ്മളെയും യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിച്ച് കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കാൻ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഈ മഹത്തായ പരിപാടിയും സംരംഭങ്ങളും ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.